നമ്മളുടെ അത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് വളരെ കുറച്ച് ദിവസമുള്ളൂ നമ്മുടെ ഓടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഓണത്തിന് നന്നായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ തിളങ്ങണ്ടേ. അപ്പോൾ നന്നായിട്ട് നമുക്ക് സ്കിന്ന് നല്ല അടിപൊളി ഗ്ലോ ആയിട്ട് ഇന്നത്തെ ടിപ്പ് നമ്മുടെ ഹെയർ നല്ല അടിപൊളിയാകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ടിപ്പ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ നമ്മുടെ ഒരു ത്രൂ ഔട്ട് ഓണം വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്കിൻ കെയർ അല്ല ഫേസ് പാക്ക് ആണ്. അപ്പൊ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവും. അതുപോലെ തന്നെ സ്കിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക കരുവാളിപ്പും പാടുകളൊക്കെ അങ്ങനെ പോയി ഒന്ന് ഫ്രഷ് ആയി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പാക്കാണ്. എസ്പെഷ്യലി അത് നമുക്കൊരു സ്ക്രബായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആണ്, എഫക്റ്റീവ് ആയിട്ടുള്ള 100% റിസൾട്ട് തരുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഓണത്തിന് നല്ല സ്പെഷ്യൽ ആയിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ചിരട്ടയാണ്. ചിരട്ട നന്നായിട്ട് കരിച്ചെടുക്കുക. ഈ രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ചാർക്കോൾ മാസ്ക് ആയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മുൻപ് ബദാമിൻ്റെ ഒരു കരിച്ചിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വളരെ എഫക്റ്റീവാണ്. ഇത് നമ്മൾ ചിരട്ട ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. ചിരട്ട ഇതുപോലെ കരിച്ചെടുക്കുക. കരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സി ജാറിൽ വെച്ചിട്ട് ഒട്ടും എന്താ പറയുക വെള്ളമയമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞു കിട്ടും. ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ നമ്മൾ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തരിതരി ഇല്ലാണ്ട് എടുക്കാം. തരിതരിപ്പുള്ളത് നമുക്ക് സ്ക്രബായിട്ടും യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വേണ്ടത് കോഫി പൗഡറാണ്. ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എല്ലാവരുടെ സ്കിന്നിൽ എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിന്നിൽ സ്യൂട്ടബിൾ ആണെന്നില്ല. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. പതഞ്ജലിയുടെയോ അല്ലെങ്കിൽ ബോവിൻ്റെയോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്റ്റായത് അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയതെടുക്കാം. എനിക്ക് പതഞ്ജലിയുടെ ഈ ഒരു അലോവേര വളരെ എഫക്റ്റീവാണ്. അതുപോലെ ബോവും എനിക്ക് വളരെ ഇഷ്ടമാണ്. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാബറിൻ്റെ ഹണിയാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഡാബർ തന്നെയാണ്. ത്രൂ ഔട്ട് എൻ്റെ ആദ്യമുള്ള വീഡിയോസ് കാണുന്നവർക്കറിയാം ഹണി ഞാൻ എൻ്റെ ഒരുമാതിരി എല്ലാ വീഡിയോയിലും ഉൾക്കൊള്ളിക്കാറുണ്ട്. കാരണം അത്ര നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നെക്സ്റ്റ് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഇതുപോലെ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കോഫി പൗഡറിന് 1 സ്പൂണ് നമ്മളുടെ ഈ ചിരട്ട കരി എന്നുള്ള രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 1.5 സ്പൂൺ എടുത്ത് ചെയ്തിരിക്കുന്നത്. 1.5 സ്പൂൺ തന്നെ നമുക്ക് കോഫി പൗഡർ എടുക്കാം. 1:1 എന്നുള്ള രീതിയിൽ നമുക്കത് പൊടിച്ചൊരുമിച്ച് ചേർത്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അലോവേര ജെല്ലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയ സ്പൂൺ അലോവേര ജെല്ല് വേണം കേട്ടോ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അളവിലെടുക്കുമ്പോൾ. നെക്സ്റ്റ് ഇതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യരുത്. ഒന്നെങ്കിൽ റോസ് വാട്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഹണി തന്നെ ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റ്സ് നമുക്ക് വെളിയിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാക്ക് തയ്യാറാക്കുന്നത് ചിരട്ട കരി ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടല്ലോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. മാത്രമല്ല പഴയ എന്താ പറയുക നമ്മുടെ ചിരട്ടക്കരിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പാചകം ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ കരി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കനോ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് കരിയുടെ ആവശ്യം വരും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പഴയ അയൺ മെഷീൻ നമ്മൾ അയൺ ചെയ്യണം. അതിന് പകരമായിട്ട് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ഈസി ആയിട്ട് ഉണ്ടാക്കി തരാൻ പറ്റും. നമ്മുടെ വീട്ടിലെ അമ്മമാരും അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് സോപ്പിട്ട് സാധനം വേഗം ഉണ്ടാക്കാൻ നോക്കൂ കേട്ടോ. കുറച്ച് ഏറെ ഉണ്ടാക്കി നമുക്ക് പൊടിച്ച് ഈറൻ ഇല്ലാണ്ട് അല്ല തണുപ്പൻ ഇല്ലാണ്ട് നമുക്ക് വെച്ചിട്ടുണ്ട് ഒരുപാട് നാളത് ലാസ്റ്റ് ചെയ്യും. അപ്പൊ പൊടിച്ച് വെച്ചാൽ മതി. 1:1 എന്നുള്ള രീതിയിൽ കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അലോവേര ജെല്ലാണെന്നുണ്ടെങ്കിലും ഹണിയാണെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പാണെന്നുണ്ടെങ്കിലും വാങ്ങിച്ച് വെക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഡാബറിന്റെ ഹണിയാണ് ഉപയോഗിക്കുന്നത്. എന്താ പറയുക വില തുച്ഛം ഗുണം വെച്ചെന്ന് പറഞ്ഞാൽ ഡാബറിന്റെ ഹണി നല്ലതാണ്. സ്കിന്നിൽ ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഡാബറിന്റെ ഹണി തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഹോസ്റ്റൽ സ്റ്റുഡൻസിനാണെങ്കിലും ജെൻസിനാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. യൂസ് ചെയ്തിട്ട് നല്ലോണം സ്കിന്ന് ഗ്ലോ ആവും. അതുപോലെ തന്നെ ഒന്ന് റിഫ്രഷ് ആവും. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഫസ്റ്റ് റിസൾട്ട് തന്നെ അറിയാൻ പറ്റും. തൊട്ട് നോക്കിയാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് എന്താണ് ഇതിന്റെ റിസൾട്ട് എന്ന് കണ്ടിട്ട് വരാം.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. റിസൾട്ട് ഒക്കെ നേരിട്ട് ലൈവ് ആയിട്ട് കണ്ടല്ലോ അല്ലേ? അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയാം. അപ്പൊ ത്രൂ ഔട്ട് ഡേയ്സിൽ നമ്മുടെ ഈ പാക്ക് മാത്രം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ സി ഉപയോഗിച്ചിട്ട് ഒരു സിറം ഉണ്ടാക്കിയിട്ടുണ്ട്, നൈറ്റിൽ അതും തേച്ച് കൊടുക്കുക. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ ആറിന് ശേഷം ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഒരു 1.5 റിസൾട്ട്, അതായത് ഒരു റിസൾട്ട് അല്ല 1.5 റിസൾട്ട് ആയിട്ട് നമുക്കിത് തരുന്നതായിരിക്കും. വെയിൽ ആറിന് ശേഷം യൂസ് ചെയ്യണം ഏറ്റവും നല്ലത്. അപ്പൊ ഒരു 5 മണിക്ക് ശേഷമൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അതിനുശേഷം കിടക്കുന്ന മുമ്പായിട്ട് നമ്മൾ വൈറ്റമിൻ സി സിറം ഹോംമെയ്ഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് നമ്മൾ ഓണാകുമ്പോഴത്തേക്ക് എന്റെ റിസൾട്ട് കണ്ടിട്ട് നമ്മൾ ഞെട്ടി പോകുന്നതായിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും റിസൾട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ആശംസിക്കുകയാണ്. അപ്പൊ ഓണത്തിന് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങളൊക്കെ വീണ്ടും വരുന്നതാണ്. ഓണത്തിന്റെ ഒരുപാട് പേര് നമ്മളുടെ മേക്കപ്പിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓണം മേക്കപ്പ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പൊ അടുത്ത എപ്പിസോഡ് മറ്റൊരു പുതുമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.